ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അതായത് വലിപ്പം കൊണ്ട്, ഏരിയ കൊണ്ട് ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ഏതാണ്ട് ഇരട്ടിയോളം വലിപ്പം, ചൈനയുടെ ഏതാണ്ട് ഇരട്ടിയോളം വലിപ്പമുള്ള റഷ്യ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യമാണ്. റഷ്യയുടെ വലിപ്പം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ റഷ്യയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 1,70,98,246 സ്ക്വയർ കിലോമീറ്റർ ആണ് റഷ്യയുടെ വലിപ്പം എന്ന് പറയുന്നത്. ടോട്ടൽ വലിപ്പം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ രണ്ടാമതുള്ള കാനഡയുടെ വലിപ്പം എന്ന് പറയുന്നത് 99,84,670 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് കാനഡയുടെ ഏതാണ്ട് ഇരട്ടിക്കടുത്ത് വലിപ്പമുണ്ട് റഷ്യക്ക്. അത്രയും വലുതാണ്. കാനഡ തന്നെ എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ഇന്ത്യയുടെ വലിപ്പം നോക്കാം. 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വലിപ്പം. അപ്പൊ റഷ്യയുടെ 1,70,00,000 എത്രമാത്രം വലുതാണെന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇന്നത്തെ റഷ്യയുടെ വലിപ്പമാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി റഷ്യയുടെ സുവർണ കാലഘട്ടത്തിൽ അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഞാൻ പറയാം. അതായത് സോവിയറ്റ് കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ റഷ്യ വളരെ വലുതായിരുന്നു. സോവിയറ്റിന്റെ ഒരു പീക്ക് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും അതിന്റെ വലുപ്പം 22.4 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ 2,24,00,000 സ്ക്വയർ കിലോമീറ്റർ. ഇനി റഷ്യൻ എംപയറിന്റെ കാലഘട്ടത്തിലാണെങ്കിലോ 2,37,00,000 സ്ക്വയർ കിലോമീറ്റർ. വളരെ വലുതായിരുന്നു. സോവിയറ്റിനേക്കാൾ വലുതായിരുന്നു റഷ്യൻ എംപയർ അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ. അപ്പൊ ഇതാണ് റഷ്യ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിവിടെ പറയാൻ കാരണം റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു യുദ്ധം ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തതായി മാറാനുള്ള സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ ട്രംപ് നല്ലപോലെ ശ്രമിച്ചിട്ടും യുദ്ധം നിർത്താനായിട്ട് റഷ്യയും പുടിനും തയ്യാറാവുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം പുടിൻ തയ്യാറാവാത്തത്? ട്രംപ് തന്നെ പറയുന്നത് പുടിന് വേണ്ടത് പഴയ റഷ്യൻ എംപയറിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്, അല്ലെങ്കിൽ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്കെങ്കിലും മടങ്ങാനായിട്ടാണ് പുടിൻ ശ്രമിക്കുന്നത് എന്നാണ് ശരിക്കും അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത്. ഇന്നത്തെ സ്വതന്ത്രമായ കുറെ രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് റഷ്യൻ എംപയറിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഈ 1917 മുമ്പ്, സോവിയറ്റ് കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ്, റഷ്യൻ എംപയറിന്റെ കാലഘട്ടത്തിൽ റഷ്യ, ഇന്നത്തെ റഷ്യ എല്ലാവർക്കും അറിയാവുന്ന പോലെ റഷ്യ, അത് കൂടാതെ യുക്രൈൻ, ബെലാറസ്, മോൾഡോവ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഫിൻലാൻഡ്, പോളണ്ട്, ജോർജിയ, അർമേനിയ, അസർബൈജാൻ, റൊമാനിയ, ഈ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഭാഗമായിരുന്നു. റഷ്യ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഫിൻലാൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ജന്മം കൊണ്ട നാടാണ്. അതൊക്കെ റഷ്യയുടെ ഭാഗമായിരുന്നു. വലിയൊരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഫിൻലാൻഡ്, പോളണ്ട്, ജോർജിയ, അസർബൈജാൻ, അർമേനിയ, ഇതെല്ലാം ഈ പറയുന്ന റഷ്യയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം സോവിയറ്റ് കാലഘട്ടത്തിലും കുറെ രാജ്യങ്ങൾ, ഇതിൽ പറഞ്ഞ പല രാജ്യങ്ങളും റഷ്യയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള കുറെ രാജ്യങ്ങൾ കൂടി ഈ സോവിയറ്റ് കാലഘട്ടത്തിൽ അന്ന് സോവിയറ്റിന്റെ ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് കസാക്കിസ്ഥാൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ. നമ്മൾ വേൾഡ് മാപ്പ് എടുത്തു വെച്ചിട്ടൊന്ന് നോക്കണം. റഷ്യൻ എംപയറിന്റെയും സോവിയറ്റ് കാലഘട്ടത്തിന്റെയും അതിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ എടുത്താൽ എല്ലാം കൂടി ചേരുമ്പോൾ ചിലപ്പോൾ റഷ്യ ഇപ്പോഴത്തതിന്റെ ഒരു മടങ്ങ് കൂടി വലുതായി മാറും. അത്രയേറെ വലിയൊരു രാജ്യമായിട്ട് അങ്ങ് മാറും. ഇതിനു പുറമെയാണ് റഷ്യ അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റത് എന്നത് നമുക്കറിയാം. അമേരിക്കയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അമേരിക്കയ്ക്ക് വിറ്റ് കളഞ്ഞ സ്ഥലമാണ് അലാസ്ക. അത് ഇന്നും അതിന്റെ പേരിൽ റഷ്യ സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ റഷ്യ ഒരു പക്ഷേ അതീവ രഹസ്യമായിട്ട് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് എന്നതാണ് ഒരു സംശയമായിട്ട് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യക്ക് വലിയ താല്പര്യമൊന്നുമില്ല യുദ്ധം പെട്ടെന്ന് അങ്ങ് അവസാനിക്കണമെന്ന്. റഷ്യ വലിയ യുദ്ധത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണോ? ഇതൊരു ട്രയൽ റണ്ണ് മാത്രമാണോ? കാരണം റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്, ചൈനയുമായിട്ട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്, ഇറാനുമായിട്ടും അതുപോലെ ഉത്തര കൊറിയയുമായിട്ടും ഒക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ വെസ്റ്റേൺ വേൾഡിന് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് റഷ്യ അവരുടെ ബന്ധം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കയിലടക്കം പല ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും അടുത്ത ബന്ധം ഇപ്പോൾ റഷ്യ കൂടുതലായി തന്നെ നിലനിർത്തുന്നതായി കാണാം. അപ്പൊ യൂറോപ്പുമായിട്ടൊരു വലിയ യുദ്ധത്തിന് മുമ്പ് റഷ്യ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതാണോ എന്ന സംശയം ന്യായമായും ഉയരുന്നുണ്ട്. പുടിന്റെ മനസ്സിൽ ഇനി അതാണോ യഥാർത്ഥത്തിൽ ആ പഴയ റഷ്യൻ എംപയർ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം വ്ളാഡിമിർ പുടിൻ നടത്തുന്നതാണോ? കാരണം അതിന്റെ ഭാഗമാണല്ലോ യുക്രൈനും. അത്തരമൊരു നീക്കം റഷ്യ നടത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ വളരെ ദുർബലമാണ്. റഷ്യക്കെതിരെ പോകാനുള്ള ഒരു ശക്തിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്നും റഷ്യയോട് അനുസരണയും
അല്ലെങ്കിൽ എപ്പോഴും ഒരു വിധേയത്വം ഒക്കെ പുലർത്തുന്ന രാജ്യങ്ങളായിരിക്കും ഈ തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ. ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോയുടെ പിൻബലത്തിൽ, യൂറോപ്യൻ യൂണിയന്റെ പിൻബലത്തിൽ കുറെ രാജ്യങ്ങളാണ് ചെറുത്തുനിൽപ്പിന് തയ്യാറെടുക്കുന്നത്. ഇപ്പൊ യുക്രൈൻ നാറ്റോയുടെ ഭാഗമല്ലെങ്കിലും നാറ്റോ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ ചിലപ്പോൾ അടുത്ത് ഓരോ രാജ്യങ്ങളെയായിട്ട് ടാർഗറ്റ് ചെയ്യും, യൂറോപ്പിലേക്ക് അവരുടെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ്. പ്രത്യേകിച്ച് പോളണ്ട് ഒക്കെ പിടിച്ചെടുക്കുക എന്നുള്ളത് പുടിന്റെ വലിയ ഡ്രീമാണ്. പോളണ്ട്, ജോർജിയ, ഫിൻലാൻഡ് ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യൻ എംപയറിന്റെ തകർച്ചയിലും അതിനുശേഷം സോവിയറ്റിന്റെ തകർച്ചയിലും ഒക്കെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളാണ് പുടിൻ. സോവിയറ്റിനെ വെസ്റ്റേൺ രാജ്യങ്ങൾ തകർത്തതാണെന്നാണ് പുടിൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ പുടിന് പഴയ റഷ്യൻ എംപയറിനോട് വലിയ താല്പര്യവുമുണ്ട്. എന്നാൽ സോവിയറ്റ് ആശയങ്ങളൊക്കെ കുറച്ചൊക്കെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും തയ്യാറാണ്. പഴയ മറ്റേ വലിയ രാജാവ് സെറ്റപ്പിലോട്ട് പോയില്ലെങ്കിലും ആ ഒരു എംപയറിന്റെ പവർ, ആ റഷ്യ എന്ന് പറയുന്ന ഒരു ശക്തിയെ നിലനിർത്താനായിട്ട് പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പുടിൻ ഇന്ത്യയുമായും ചൈനയുമായിട്ടൊക്കെ അടുക്കുന്നത്. കാരണം ഏത് തരം ഉപരോധങ്ങളെയും നേരിടാൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ വെസ്റ്റേൺ വേൾഡിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വശത്ത് ആഫ്രിക്കയുമായിട്ട് റഷ്യ സഹകരിക്കുന്നുണ്ട്. ബുർക്കിനോ ഫാസോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് റഷ്യ പുലർത്തുന്നത്. ഈ ഫ്രാൻസിനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഒക്കെ ആഫ്രിക്കക്കാർക്കുള്ള വിരോധം റഷ്യ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ചൈന കടക്കണിയിൽപ്പെടുത്തുന്നു എന്ന ആക്ഷേപമുള്ളതുകൊണ്ട് ചൈനയ്ക്ക് കടന്നു കയറാൻ പറ്റാത്തിടങ്ങളിൽ വരെ റഷ്യ കടന്നു കയറുന്നുണ്ട്. റഷ്യ എല്ലാവരും ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായി കാണുന്നുണ്ട്. പുടിനെ എല്ലാവരും ഒരു ലോക നേതാവായിട്ടും കാണുന്നുണ്ട്. ബ്രസീലുമായിട്ട് റഷ്യ അടുത്ത ബന്ധം ഇപ്പോൾ പുലർത്തുന്നുണ്ട്. ബ്രിക്സിലൂടെ റഷ്യ അവരുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല ബന്ധമാണ് റഷ്യക്ക്. അങ്ങനെ റഷ്യ യൂറോപ്പും അമേരിക്കയും ഒഴികെയുള്ള ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ട് അടുക്കുകയാണ്. ഒന്നുകിൽ ഭാവിയിൽ അമേരിക്ക നാറ്റോയിൽ നിന്ന് പുറത്തു പോകും. കാരണം നാറ്റോ തങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അമേരിക്ക പുറത്തു പോകും. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുമെന്ന് മനസ്സിലായാൽ ചിലപ്പോൾ അമേരിക്ക നാറ്റോയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കും. യൂറോപ്പ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. അവരെ അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടും സഹകരിക്കുന്നത്. അപ്പോൾ അവർക്കും കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ന് മെച്ചപ്പെടേണ്ടതായിട്ട് അവർ കാണുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ചൈന നേരിട്ട് തന്നെ പല രീതിയിൽ റഷ്യ സഹായിക്കുന്നുണ്ട്. ഇന്ത്യ എണ്ണ വാങ്ങിയിട്ടാണ് സഹായിക്കുന്നത്, ചൈന അല്ലാതെ സഹായിക്കുന്നുണ്ട്, ഇറാൻ സഹായിക്കുന്നുണ്ട്, ഉത്തര കൊറിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ ലോകം പല തട്ടിലായിട്ട് മാറിക്കഴിഞ്ഞു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിഷ്പക്ഷമാണെന്ന് പറയുമ്പോഴും നമ്മളും പരോക്ഷമായിട്ട് റഷ്യയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അമേരിക്ക പെട്ടുപോകും. അമേരിക്ക തായ്വാനെ സഹായിക്കുമോ, യൂറോപ്പിനെ സഹായിക്കുമോ? അങ്ങനെ ഒരു വലിയ യുദ്ധതന്ത്രം മെനയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ഈ പതിറ്റാണ്ടിൽ 2030 മുമ്പ് തന്നെ ചിലപ്പോൾ ലോകം വലിയ പല യുദ്ധങ്ങളും കാണാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.